എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പുമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ ഒരു ബാത്റൂമിലെ ടൈൽസ്, അതുപോലെ വാഷ് ബേസിൻ്റെ അവിടുത്തെ ടൈൽസ്, ഇവിടെയൊക്കെ ഇങ്ങനെ സോപ്പൊക്കെ തട്ടിയിട്ടും ഒക്കെ ഇങ്ങനെ കറ പിടിച്ച പോലെയും ആ ഒരു സോപ്പിൻ്റെ കറയും വെള്ളത്തിൻ്റെ കറയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജോലി നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ലിക്വിഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് 1/2 ഗ്ലാസ്സോളം വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവണില്ലെങ്കിൽ നമുക്കിതിന് പകരം ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെമൺ ആയാലും മതി, പക്ഷേ കൂടുതൽ എഫക്റ്റ് എനിക്ക് തോന്നുന്നത് വിനാഗിരി തന്നെയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം ലെമൺ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഇനോ ആണ്. അപ്പോൾ ഇനോ എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലോ, അതുപോലെ മരുന്നൊക്കെ കിട്ടുന്ന ഷോപ്പിലും കിട്ടുന്നു തോന്നുന്നു. ഞാനിത് വാങ്ങിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു 5 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഇനോവും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇനോ തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ കിച്ചണിലുള്ള ഡിഷ് വാഷാണ്. അപ്പോൾ ഡിഷ് വാഷിൻ്റെ കുറച്ചും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സുഖമാണ് സ്പ്രേ ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചാലും മതി. എന്നിട്ട് ഇത് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കഴുകി കളയണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഈ ടൈല് ഞാനിപ്പോൾ കഴുകി കാണിക്കാം. കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് കറ പിടിച്ച് ഇങ്ങനെ സോപ്പിൻ്റെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കുറച്ച് അത് സ്പ്രേ ചെയ്യാണ്. കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, കറണ്ട് പോയിരിക്കുന്ന നേരമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് ക്ലിയർ ആക്കി കഴുകിയെടുക്കാം. ഇതുപോലെ ആ ഒരു ലൈൻസിലൊക്കെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് കഴുകണം നല്ലത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പോയിക്കോളും. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഭാഗ്യത്തിന് കറണ്ട് വന്നു, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റി. കണ്ടോ, ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ബാത്റൂം കഴുകുക, ടൈൽസൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ കൂടുതൽ പെട്ടെന്ന് ഇങ്ങനെ പൂപ്പൽ പോലെയൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അതുപോലെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനിയപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ വേറൊരു ടിപ്പും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്